വളക്കാപ്പ് പ്രോഗ്രാംസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളക്കാപ്പ് സ്പെഷ്യൽ അൽഫാം, പിന്നെ കറിയൊന്നും കാണിക്കുന്നത് അൽഫാം അല്ലത് ഞങ്ങൾ സ്പെഷ്യൽ മസാല. പൊറാട്ട ആഗതമനായിട്ടുള്ളൂ. ഓക്കെ, അടുക്കളത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അജു വളക്കാപ്പ് ഏതാണ്ട് വാഴൻ്റെ വെട്ടാനിറങ്ങിക്കായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വാഴണ്ടതൊക്കെ വെട്ടി ഉരുതനെ നോക്കിയെടുത്ത് ഡ്രസ്സിലോ കൈ പിടിച്ച് നടക്കുകയാണ്. അപ്പം അജു ഇങ്ങനെ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 2 കുഞ്ഞനിയന്മാരും കൂടിയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നൊക്കെ വെച്ചിട്ട് നല്ല സ്റ്റക്കാക്കി നിർത്തണമല്ലോ, അതിന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എത്ര ശ്രമിച്ചിട്ട് നമ്മൾ വാഴൻ്റെ അങ്ങോട്ട് കയ്യിൽ ഒതുങ്ങുന്നില്ല. പിന്നെ ഒരു വിധമൊക്കെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. വിശിലോട്ടൊന്നുമില്ല, നമ്മുടെ പൂവും കൊണ്ട് ആറാടുകയാണ്. ഗ്യാസ് എന്താണെന്നറിയില്ല, അവർക്ക് പൂ കണ്ടപ്പോൾ മറ്റേ ഓണത്തിന് പൂക്കളിടുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പൂക്കളിടണം എന്ന് പറഞ്ഞിട്ടുള്ള നടത്തമാണ് ഇത്. ഫൈനലി ഞങ്ങൾ വളക്കാപ്പിനുള്ള പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്മായികളായിട്ടൊക്കെ കുറച്ച് കഥ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നന്നായി ഉറക്കം വരികയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ പൂവൊക്കെ കോർത്ത് സെറ്റാക്കി വെച്ച് നമ്മളെ സാധനം ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് അളിയനൊക്കെ വന്ന് പെണ്ണിനൊക്കെ അണിയിച്ചൊരുങ്ങി. പെണ്ണിൻ്റെ അണിയിച്ചൊരുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേന് ഞാനൊന്ന് സുന്ദരിയാവണ്ടേ, അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഡ്രസ്സ് ചേഞ്ചൊക്കെ ചെയ്ത് വന്ന് ക്രിസ്താനെ നമ്മൾ അകത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യായിരുന്നു. അങ്ങനെ പിന്നെ പോകുന്ന ഇടയ്ക്കൊന്ന് വീണ്, അപ്പോൾ അതൊന്ന് അജ് സെറ്റാക്കി വെക്കുകയായിരുന്നു. നമ്മൾ സ്വീറ്റ്സും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ അജു ഒന്നും കൂടി ഒന്ന് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മളെ ഫൈനലി നമ്മൾ സെറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ. എങ്ങനെയുണ്ടെന്ന് പറയണം കായ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു ഔട്ട്ഡോർ ഷൂട്ടിനായിട്ട് പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫാമിലി ഒന്ന് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ലൈറ്റ് പോകുന്നതിന് മുമ്പ്, കാരണം ഏകദേശം വൈകുന്നേരം ഒരു 5:30 ആയിരിക്കും നമ്മളിതൊക്കെ എടുക്കുമ്പോൾ. പിന്നെ അവസാനം പതുക്കെ വീട്ടിനുള്ളിൽ കൊണ്ട് പ്രോഗ്രാംസൊക്കെ നടത്തി ഓരോരുത്തരായിട്ട് മധുരം കൊടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഇടയിൽ അളിയൻ്റെ ചെറിയൊരു പ്രപ്പോസ് സീനൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കല്യാണത്തിന് പ്രപ്പോസ് ചെയ്യാൻ പറ്റില്ല, എന്നാൽ ഇപ്പോഴെങ്കിലും പ്രപ്പോസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അളിയൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും മധുരം കൊടുത്തു, മഞ്ഞളും കാര്യങ്ങളൊക്കെ തേച്ച് പിടിപ്പിച്ച്. പിന്നെ നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളെ വകയുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ, അവരും മഞ്ഞളൊക്കെ കൊടുത്തു. അപ്പം അമ്മയൊക്കെ കയറിയിട്ട് ഓരോരുത്തർ കൊടുക്കണ്ടായിരുന്നു. അവരൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി. പിന്നെ നമ്മൾ നേരെ പോയിട്ട് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഫുഡ് കഴിക്കാനുള്ള വ്ളോഗൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, നമ്മൾ കുറച്ച് ബിസി ആയിപ്പോയി.